പോലീസ് സേനയ്ക്ക് താക്കീതുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോട് ചെങ്ങാത്തം കൂടണമെന്ന കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്നും കാര്യക്ഷമമായ പ്രവർത്തനം പോലീസിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി. വിവരങ്ങളുമായി ലെവിൻ കെ.വി. ചേരുന്നുണ്ട്. ലെവിൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്നാണ് ഇത്തരമൊരു പ്രസ്താവന എന്ന് മനസ്സിലാക്കുന്നു. പോലീസ് സേനയ്ക്ക് കർശനമായ താക്കീതാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ. സംഗീത KAP 5ാം ബറ്റാലിയന്റെ പാസിംഗ് ഔട്ട് പരേഡ് തൃശൂർ പോലീസ് അക്കാദമിയിൽ നടക്കുന്നതിനിടെ അതിന്റെ സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി സമീപകാല വിവാദ സംഭവങ്ങളെ ബന്ധപ്പെടുത്തി പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന ആരോപണങ്ങളെയും പരാതികളെയും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സേനാംഗങ്ങൾക്ക് കൃത്യമായ ഒരു താക്കീത് കൊടുത്തിരിക്കുന്നത്. പോലീസ് സേന സംസ്ഥാനത്തിനാകെ മാതൃകയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സേനാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. പരാതികളുമായി എത്തുന്നവർക്ക് ആത്മവിശ്വാസത്തോടെ തിരികെ പോകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങിയ അദ്ദേഹം സുതാര്യമായ പ്രവർത്തനം, കാര്യക്ഷമമായ പ്രവർത്തനം സേനാംഗങ്ങളിൽ നിന്നും ഉണ്ടാകണം എന്നുള്ള കാര്യം പ്രത്യേകമായി സൂചിപ്പിക്കുന്നു. പോലീസിൽ നിന്ന് കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സുതാര്യമായ പ്രവർത്തനം ഔദ്യോഗിക ജീവിതത്തിൽ പോലീസ് സേനാംഗങ്ങൾ പുലർത്താൻ ശ്രമിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായ താക്കീത് സേനാംഗങ്ങൾക്ക് കൊടുക്കുന്നത്. അങ്കമാലിയിൽ വെച്ച് ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലുമായി കൂടിക്കാഴ്ച നടത്തിയ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP KG സാബുവിന്റെ അടക്കമുള്ള വിവാദങ്ങൾ ഉയർന്നു വന്ന സംഭവങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ആരോട് കൂട്ടുകൂടണം, ആരോട് ചങ്ങാത്തം കൂടണ്ട എന്നുള്ള കാര്യത്തിൽ കൃത്യമായി അവർക്ക് അക്കാര്യങ്ങൾ മനസ്സിലാക്കാനാവണം. കാര്യക്ഷമമായ പ്രവർത്തനം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. പരാതികളുമായി എത്തുന്നവർക്ക് ആത്മവിശ്വാസത്തോടെ തിരികെ പോകാനാവണം. ആരോട് ചങ്ങാത്തം കൂടണമെന്ന കാര്യത്തിൽ ജാഗ്രത പാലിക്കണം തുടങ്ങിയ ഉപദേശ രൂപേണയുള്ള നിർദ്ദേശങ്ങളും അത്തരത്തിലുള്ള ചില പ്രയോഗങ്ങളും അദ്ദേഹം നടത്തി. കൃത്യമായ സൂചനകളാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ താക്കീതാണ് പോലീസ് സേനാംഗങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അടുത്ത കാലത്ത് പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിലാണ് KAP 5ാം ബറ്റാലിയന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ പോലീസ് സേനാംഗങ്ങൾക്ക് കൃത്യമായ താക്കീത് മുഖ്യമന്ത്രി നൽകിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ DGP ഷേഖ് ദർവേസ് സാഹിബ് അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന ഒരു വേദിയിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഒരു താക്കീത്. സംഗീത, ലെവിൻ, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്? KAP ബറ്റാലിയന്റെ പാസിംഗ് ഔട്ട് പരേഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് 448 സേനാംഗങ്ങളാണ് പുതുതായി സേനയിൽ അംഗമാകുന്നത്. വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന റിക്രൂട്ട്മെന്റുകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് മുൻതൂക്കം നൽകിയുള്ള ഒരു പ്ലാറ്റൂണുകളാണ് ഇവിടെ നിന്നും അക്കാഡമിയിലെ ട്രെയിനിങ് പൂർത്തിയാക്കി പുറത്തേക്ക് ജോലിയിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സേനയിൽ വനിതകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ സർക്കാർ പ്രത്യേക ഇടപെടൽ നടത്തിയെന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു. ഈ സർക്കാരിന്റെ കാലത്ത് 1113 വനിതകളെ പോലീസ് സേനയുടെ അംഗങ്ങളാക്കി. ലിംഗസമത്വത്തിന്റെ സന്ദേശം ഉയർത്തി കൂടുതൽ വനിതകളെ പോലീസ് സേനയിലേക്ക് സ്വാഗതം ചെയ്യും എന്നാണ് തന്നെയാണ് വരുന്ന സമയങ്ങളിലും കൂടുതൽ സേനാംഗങ്ങളായി വനിതകളെ ഉൾപ്പെടുത്തുമെന്നുള്ള ഒരു പ്രത്യേക അറിയിപ്പ് കൂടി അദ്ദേഹം നൽകുകയുണ്ടായി. സംഗീത, ശരി ലെവിൻ. പോലീസ് സേനയ്ക്ക് താക്കീതുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഭാഷണം നടത്തിയിരിക്കുന്നു. ആരോട് ചങ്ങാത്തം കൂടണമെന്ന കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത സേനയിലുള്ളവർ പുലർത്തണമെന്നും കാര്യക്ഷമമായ പ്രവർത്തനം പോലീസിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി തൃശൂരിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിനിടെ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. ലെവിൻ KV ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.